അമിത്ഷാ ഒടുവിൽ തൻ്റെ ലക്ഷ്യത്തോട് അടുക്കുകയാണ്. 2026 നമ്മുടെ രാജ്യം പൂർണ്ണമായും നക്സൽ വിരുദ്ധ മേഖലയാകും. എല്ലാ സ്ഥലങ്ങളും നക്സൽ വിരുദ്ധമാക്കുമെന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. ഇതേ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അമിത്ഷാ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് 3 പ്രദേശങ്ങൾ മാത്രമാണ് ഇനി നമ്മുടെ രാജ്യത്തിൽ മൊത്തത്തിൽ നക്സൽ വിരുദ്ധമാകാനുള്ളത്, അല്ലെങ്കിൽ നക്സൽ ബാധിത പ്രദേശമായി ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിലെ ദണ്ഡകാരണ്യ പ്രദേശത്ത് വലുതും പോസിറ്റീവുമായിട്ടുള്ള ഒരു മാറ്റം സംഭവിച്ചു എന്നുള്ളതാണ്. അവിടെ 208 നക്സലൈറ്റുകൾ ആകെ 153 ആയുധങ്ങളുമായി കീഴടങ്ങിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഫലമായി അബൂസ്മദ് പ്രദേശം ഏതാണ്ട് പൂർണ്ണമായും നക്സൽ വിമുക്തമായി. വടക്കൻ ബസ്തറിൽ നിന്ന് ചുവപ്പ് ഭീകരത അവസാനിച്ചു. അതിനുശേഷം ഈ നക്സലൈറ്റുകൾ ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ സർക്കാർ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തെക്കൻ ബസ്തറിൽ ഒരു ചെറിയ പ്രശ്നം മാത്രമാണ് അവശേഷിക്കുന്നത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഛത്തീസ്ഗഡ് കേന്ദ്ര സർക്കാരുകളുടെ ശ്രമത്തിൻ്റെ ഫലങ്ങൾ കണ്ടുവരികയാണ്. അതിൻ്റെ ഫലമായി കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ ആകെ 258 നക്സലൈറ്റുകളാണ് കീഴടങ്ങിയത്. ഇതിൽ ഛത്തീസ്ഗഡിൽ നിന്നുള്ള 197 പേരും മഹാരാഷ്ട്രയിൽ നിന്നുള്ള 67 പേരും ഉൾപ്പെടുന്നു. ഇന്നലെ കീഴടങ്ങൾ ദണ്ഡകാരണ്യത്തിലെ ഏറ്റവും വലിയ കീഴടങ്ങളായി കണക്കാക്കപ്പെടുന്നു. അതിൽ നിരവധി വലിയ കമാൻഡർമാർ വനങ്ങളിൽ നിന്ന് പുറത്തു വന്ന് മുഖ്യധാരയിൽ വന്ന് കീഴടങ്ങി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഈ സംഭവത്തെ ചരിത്രപരമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിശേഷിപ്പിച്ചത്. അബൂസ്മദും നോർത്ത് ബസ്തറും ഇപ്പോൾ നക്സൽ മുക്തമാണ്. 2026 മാർച്ച് 31 രാജ്യത്തുടനീളം നക്സലിസത്തെ തുടച്ചു നീക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്നുള്ളതാണ് മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.